മഹാവീരൻ എന്ന പടത്തിന്റെ റിവ്യൂവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഭയന്ന് തന്നെ സംഭവിച്ചു. ഹലോ ഗായ്സ്, എല്ലാവർക്കും മല്ലുമറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രഞ്ജിത്ത്, ഞാൻ അനസ്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിവിൻ പോളി, അതുപോലെ തന്നെ ആസിഫ് അലി, ലാൽ, സിദ്ദിഖ് എന്നിവരൊക്കെ തകർത്ത് അഭിനയിച്ച മഹാവീരൻ എന്ന പടത്തിന്റെ റിവ്യൂവിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു. സോ അതിന്റെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചെറിയൊരു വ്ളോഗിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പടം കണ്ടു കഴിഞ്ഞ് വരുന്ന റിവ്യൂ എടുക്കണം. പക്ഷെ ആരും റിവ്യൂ എടുക്കാനായിട്ട് നിന്ന് തന്നില്ല. എല്ലാവരും ഒന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ എന്നുള്ളൊരു പറച്ചിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? ആബ്രിഡ് ഷൈനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വലിയൊരു താരനിര തന്നെ ഈ പടത്തിലുണ്ട്. ആസിഫ് അലി, സിദ്ദീഖ്, ലാല്, അതുപോലെ നിവിൻ പോളി. കന്നഡ, തെലുഗു സിനിമകളിലെ നടിയായ ഷാൻവി ശ്രീവാസ്തവ എന്ന പുതിയൊരു, നമ്മുടെ മലയാളത്തിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പുതുമുഖ നടിയാണ് ഇതിന് നായികയായിട്ടുള്ളത്. നായിക പറയാൻ പറ്റില്ല, പക്ഷെ ഒരു നായിക, പ്രധാന ഫീമെയിൽ റോള് വഹിച്ചിരിക്കുന്നത് അവരെയാണ്. ഇതില് പിന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മയൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി, ശരിക്കും പറഞ്ഞൊരു കോമഡിയാണോ? ഒരു കോമഡി ആണോ എന്ന് ചോദിച്ചാൽ കോമഡി അല്ല, എന്റർടൈൻമെന്റ് ഉണ്ട്. പക്ഷെ കഥ ഉണ്ടോന്ന് ചോദിച്ചാൽ കഥയില്ല. ഇത് നമ്മുടെ മലയാളം നമുക്ക് എന്തൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്നും പറയാൻ പറ്റില്ല, ഇല്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷെ മലയാള സിനിമയിൽ പുതിയൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ആരും ചെയ്യാതെ ഒരു എക്സ്പെരിമെന്റ്. അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് എഫക്റ്റ് അടിപൊളിയല്ലേ? സൗണ്ട് എഫക്റ്റ്, അതുപോലെ തന്നെ വിഷ്വൽ VFX ഒക്കെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു എഫക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട്, നല്ലൊരു ഇമ്പാക്ട് ഉണ്ട്. പിന്നെ സംബന്ധിച്ച് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ മൂവി ആയിട്ട് തന്നെ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഒരു അവാർഡ് ഓറിയന്റഡ് മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും കാണാൻ പറ്റത്തില്ല. അങ്ങനെ രണ്ടും നമ്മൾക്ക് തന്നെ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൂവിയാണ്. കഥ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലവും അതുപോലെ തന്നെ പുതിയ കാലവും തമ്മിലുള്ളൊരു എന്താ പറയാ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവമാണ്. ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. ഇത് വളരെ ഡ്യൂറേഷൻ, ഒരു മോഡറേറ്റ് ഡ്യൂറേഷൻ അത്യാവശ്യം കുറവായിട്ടുള്ളൊരു സിനിമയാണ്. ഓൾമോസ്റ്റ് അത്രേ ഉള്ളൂ, പെട്ടെന്ന് ഫിലിം കഴിയുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മള് കയറാൻ 5 മിനിറ്റ് വൈകിയായിരുന്നു. 5 മിനിറ്റ് വൈകിട്ടാണ് നമ്മൾ കയറിയത്. ബാംഗ്ലൂർ ട്രാഫിക് ലിഫ്റ്റിൽ വരുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് എന്താണ് ചോദിച്ചപ്പോ അവർക്കും മനസ്സിലായില്ല കഥ. ഫസ്റ്റ് എന്താണ് നമ്മൾ കാണാത്ത 5 മിനിറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോ അവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടാവല്ലോ അഞ്ജലിക്ക്? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. നമ്മുടെ സ്ഥിരം കാണുന്നതല്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ, നമ്മളെ ഒരു വേറൊരു ലോകത്തുകൂടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നൊരു ഫീലാണ്. ഇതില് റേറ്റിംഗ് ആയിട്ട് നമ്മളൊന്നും കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടവർക്ക് മാർക്കിടാൻ ഞങ്ങൾ ആരും അല്ല. നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഓട്ടക്കാലണ ഇരിക്കട്ടെ. ശരിക്കും ഇതിൽ നിവിൻ പോളി നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ആ ഒരു ഗ്രാഫിക്സും ആ ഒരു ഇമ്പാക്ട്. നിവിൻ പോളി ഇപ്പൊ നിവിൻ പോളി പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് തടി കൂടുതലൊക്കെ നമ്മൾ ഇന്റർവ്യൂലൊക്കെ കാണുന്നത്. പക്ഷെ അത് എന്തിനായിരുന്നു, അത് ഏത് റോളിൽ നല്ലൊരു മറ്റേ ഫോട്ടോ ഒക്കെ എടുത്ത് ഇടാൻ പറ്റിയൊരു ഇതല്ലേ എല്ലാവർക്കും. ആസിഫ് അലിക്കും പ്രത്യേകിച്ച് എടുത്തു പറയാം. ആസിഫ് അലി കണ്ണൊക്കെ എഴുതിയിട്ട് ഒരു ലുക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ കോമഡികൾ, അതായത് പുതിയ വെറൈറ്റി കോമഡികളാണ് ഇതിൽ. അതായത് നമ്മള് സ്ഥിരം കണ്ടുമടുത്ത ചളികളല്ലാതെ അത്യാവശ്യം നിലവാരമുള്ള ഒരു പുതിയ കോമഡികളുണ്ട് അതില്. പിന്നെ പടം അവസാനം എത്തുമ്പോഴാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ എന്താണ് ഇവർ ഉദ്ദേശിച്ചത്. ആ ഒരു ആകാംക്ഷയ്ക്ക് എന്തായാലും വർത്ത് വാച്ചിങ്. പടം എന്താണ്, ജസ്റ്റ് ഒരു പുതിയൊരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ അതിന് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മള് ആരും കാണാത്തൊരു ഇത്. പക്ഷെ ഒരു നോർമൽ പ്രേക്ഷകന് എന്തായാലും ഇഷ്ടപ്പെടില്ല.
പടത്തിന് എങ്ങനെ റേറ്റിംഗ് കൊടുക്കാം ഔട്ട് ഓഫ് 10? റേറ്റിംഗ് പുതിയൊരു എക്സ്പെരിമെന്റ് ഇതാക്കൊണ്ട് ഒരു 10-5 കൊടുക്കാം. അതായത് ഒരു പുതുമയുണ്ട്, പക്ഷെ ഒരു വട്ടം കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. ആ ഒരു വട്ടം കാണുമ്പോൾ തന്നെ നമ്മൾ സത്യം പറഞ്ഞ ഒരു നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് കഥയാണ് അവിടെ നടക്കുന്നത്, എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അവസാനം ഒരു മെസ്സേജ് തരുന്നുണ്ട്, പടം അവസാനം ഒരു മെസ്സേജ് തരുന്നുണ്ട്. ആ മെസ്സേജ് ഗ്രഹിക്കാൻ കഴിവുള്ളവർക്ക് ഓക്കെ, അല്ലാത്തവർക്ക് ഒരു കുറച്ച് പാടാണ് പടം. പടം നമ്മൾ കണ്ടിരിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമ്മളിൽ എന്റർടൈൻമെന്റ് ഉണ്ടോ വെച്ചാൽ എന്റർടൈൻമെന്റ് ഉണ്ട്, ചിരിക്കാനുണ്ടോ വെച്ചാൽ ചിരിക്കാനുണ്ട്, അതുപോലെ തന്നെ അതിൽ കഥയുണ്ടോ വെച്ചാൽ കഥയുണ്ട്, കൺഫ്യൂസ് ആക്കുന്നുണ്ടോ വെച്ചാൽ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. അത്രയാണ്. അങ്ങനെ ഒരു പടമാണ്. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല പടം. ഈ പറഞ്ഞ പോലെ ഫുൾ ഒരു കണക്ഷൻ കാത്തിട്ട് വന്നിട്ടില്ല. മൊത്തം എവിടേക്ക് ഇതായിട്ട് സംഭവം മനസ്സിലാക്കാം, അത് മനസ്സിലാക്കാം. അതാ ഒരു 40% 50% കഥയിട്ടില്ല. ഇല്യൂഷൻ പോലത്തെ ഒരു സ്റ്റോറി ഫ്യൂച്ചറിലേക്ക് പോകുന്നു, പാസ്റ്റിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു സംഭവം, പുതിയൊരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ആ ഫിലിം പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു. ഒരു വൺ ടൈം വാച്ച് റെക്കമെൻഡബിൾ മൂവിയാണ്. അതായത് ഒരു വട്ടം കാണാൻ എല്ലാവർക്കും ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പുതിയൊരു പരീക്ഷണമാണ്. പുതിയൊരു പരീക്ഷണം കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം കൂടി പറയാം, ഇതിനിപ്പോ OTT റിലീസ് ആയപ്പോഴും ഈ ഒരു എഫക്ട്സ് കിട്ടണമെന്നില്ല. അതെ അതെ, അത് 100%. ആ ഒരു സൗണ്ട് എഫക്റ്റും തിയേറ്ററിൽ പോയിരുന്ന ഒരു സൗണ്ട് കിട്ടുന്ന നമുക്കുള്ള സൗണ്ടും അതുപോലെ വിഷ്വൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ ഇമ്പാക്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ടീം ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻസ് കുറവാണ്, ഹാർഡ്ലി ഒരു മാക്സിമം ഒരു 10 ലൊക്കേഷനിൽ താഴെ ഉണ്ടാവത്തുള്ളൂ. 10 ഉണ്ടാവത്തില്ല. ഇത് സെറ്റുകളാണ്, കുറെയൊക്കെ സെറ്റുകളാണ്, പക്ഷെ നല്ലൊരു പടമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. നമ്മൾ ഇതുപോലെ പുതിയ വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ബെല്ലാണെന്ന് ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ടിങ് അടിക്കണം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. ഐ എം രഞ്ജിത്ത്, ഐ എം അനസ് ഫ്രം മല്ലു മാജിക്. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ.